4 പീസ് മട്ടൻ്റെ കാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് അരക്കപ്പ് മൈദ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് 15 മിനിറ്റ് വരെ അത് മാറ്റി വെക്കുക. ക്ലീനിങ് ആരംഭിക്കാവുന്നതാണ്. ഇത് ഇങ്ങനെ മൈദ ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് അതിൻ്റെ രോമങ്ങളും എല്ലാം സ്മെല്ലും പെട്ടെന്ന് അതിൽ നിന്ന് പോയി കിട്ടും. അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് അതിലേക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, 1 വലിയ സവാള അരച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചിപ്പൊടി. ഈ ചേരുവകളെല്ലാം കൂടി നമ്മൾ കഴുകി വൃത്തിയാക്കിയ കഷ്ണങ്ങളിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ऐसा फोकस कर लो, देखा अभी पूरा एकदम एचडी बना रहा है. തൈര് കുറച്ച് ചേർത്ത് കൊടുത്ത് ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം മാരിനേഷന് വേണ്ടി വെക്കേണ്ടതാണ്. 4 പീസ് ഏലക്ക, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ കുരുമുളക്, തേജ്പത്ത 4 പീസ്, കുറച്ച് ഓയിലായാലും ബട്ടറായാലും കുഴപ്പമില്ല, 1 ഉള്ളി, 2 പച്ചമുളക്, ഇവയെല്ലാം ചേർത്ത് നന്നായി എണ്ണയിൽ വഴറ്റിയെടുക്കുക. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ലിറ്റർ വെള്ളമുണ്ടാവും. എന്നിട്ടത് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നേരം നല്ലപോലെ വേവിച്ചെടുക്കുക. ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അര കപ്പ് ചൂടുവെള്ളത്തിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ജീരകപ്പൊടി, കുറച്ച് ഫ്ലേവറിന് വേണ്ടി മട്ട മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അത് 45 മിനിറ്റ് നേരം വേവിച്ചെടുത്ത 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നേരം നല്ലപോലെ വേവിച്ചെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഗ്രേവി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നന്നായി ഒരു 10 മിനിറ്റ് നേരം 15 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. അതിനുശേഷം ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഒരു 1/2 സവാള അരിഞ്ഞൊന്ന് ഫ്രൈ ആക്കി നല്ല ഡാർക്ക് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം അത് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ബോളിലേക്ക് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ആവശ്യത്തിന് സെർവ് ചെയ്ത് അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്.